ഹലോ ഫ്രണ്ട്സ്, പ്രോമിസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാങ്ങിങ് ബോഗൺവില്ലകളെക്കുറിച്ചാണ്. ബോഗൺവില്ലകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഹാങ്ങിങ് വെറൈറ്റീസ്. നോർമൽ പോട്ടുകളിലും നിലത്ത് ഒഴിച്ചു വെക്കുന്നതൊക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാലിപ്പോൾ ഏകദേശം 2-3 വർഷം കൊണ്ട് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഹാങ്ങിങ് ബോഗൺവില്ല. മിക്കവാറും എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ഹാങ്ങിങ് ഒരെണ്ണമെങ്കിലും ഉണ്ടാവും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം. കാര്യം ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാൻ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു കയ്യിലുള്ള ഒരു ഹാങ്ങിങ് വെറൈറ്റി ആയിരുന്നു, ഹവായ് പർപ്പിൾ. ഇതുപോലെ സ്റ്റെംസിന് കനക്കുറവുള്ള, അധികം ഉയരത്തിലേക്ക് വളരാത്ത, വശങ്ങളിലേക്ക് പടർന്ന് വളരുന്ന പ്ലാന്റുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഹാങ്ങിങ് ആയിട്ട് എടുക്കുന്നത്. അടുത്തതാണ്ട് വേറൊരു വെറൈറ്റിയാണ് റൂബി റെഡ്. ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടായി. ഇപ്പം നമുക്കുള്ളത് സക്കൂറ ബെല്ലാക്കാനെ, ഹവായ് വൈറ്റ്, ചില്ലി ഓറഞ്ചൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പക്ഷേ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇതുണ്ടല്ലേ, ഇത് നമ്മൾ നോർമൽ പോട്ടിൽ വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാം, ഹാങ്ങിങ് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നോർമൽ പോട്ടിൽ സെറ്റ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇടുമ്പോഴാണ്. അത് കുറച്ചുകൂടെ പൂക്കൾ നിറഞ്ഞ് വളരുന്നത്. സാധാരണ നമ്മൾ നോർമൽ പോട്ട് വയ്ക്കുമ്പോഴത്തേക്കിനെ ആ സ്റ്റെംസിൻ്റെ ഒക്കെ അറ്റത്തും ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും പൂക്കളാണ്. ഇതെന്ന് പറഞ്ഞാൽ ആ സ്റ്റെംസിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അറ്റം വരെയും ഇങ്ങനെ നീളത്തിൽ പൂക്കളുണ്ടാകുന്ന നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന മറ്റ് ഇതെന്ന് പറഞ്ഞാൽ ചില്ലി വെറൈറ്റീസ് എല്ലാം തന്നെ നമുക്ക് ഹാങ്ങിങ്ങിന് ഉപയോഗിക്കാം. അതുകൊണ്ട് ഫയർ ഓപ്പൽ ഓറഞ്ച് ചെറിയൊരു പ്ലാന്റാണ്. ഇപ്പോൾ അധികം നാളായില്ല നട്ടിട്ട്, പെട്ടെന്ന് തന്നെ പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ഫയർ ഓപ്പൽ ഉണ്ട്. അതും ഇതിന് നമുക്ക് ഹാങ്ങിങ്ങിന് ഉപയോഗിക്കാം. ഫയർ ഓപ്പൽ ഓറഞ്ച് നിങ്ങൾ അറിയാമല്ലോ, ഓറഞ്ച് ബോഗൺവില്ലകളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി ഫയർ ഓപ്പൽ ഓറഞ്ച് തന്നെ. അതൊരെണ്ണം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്, നമ്മുടെ ഗാർഡൻ കാണാൻ തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ്. ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പം നല്ല ഭംഗിയാണ്. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചില്ലി വെറൈറ്റീസ്, അല്ലെ ചില്ലി യെല്ലോ, ചില്ലി റെഡ്, ചില്ലി ഐസ്ക്രീം, അതെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഹവായ് വെറൈറ്റീസ് എല്ലാം, അതായത് ഫ്ലെയിം വെറൈറ്റീസ്, ഹവായ് വെറൈറ്റീസൊക്കെ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നിറഞ്ഞ് പൂത്തിരിക്കുന്നത്. ഇത് ഫയർ ഓപ്പൽ ഓറഞ്ചാണേ. ഇതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചത്. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ, ചില്ലി വെറൈറ്റി ഇങ്ങനെ സ്റ്റെംസ് കനക്കുറവുള്ളത്, നീണ്ടു വളരുന്നത്, അധികം ഉയരത്തിലേക്ക് പോകാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഈ പോട്ട് നല്ല ഹോൾസ് ഉള്ളതും പിന്നെ നല്ല വലിപ്പമുള്ളതും ഒക്കെ ആയിട്ട്, തീരെ ചെറിയ പോട്ടിൽ നമുക്ക് വളർത്തി കഴിയുമ്പോഴത്തേനെ അത് അധികം വളരത്തില്ല. അധികം ഇങ്ങനെ അതിൻ്റെ സ്റ്റെംസ് നീണ്ടു വളരുന്നത് കാണുന്നില്ല. എൻ്റെ ഒരു പരീക്ഷണത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ കുറച്ച് വലിയ പോട്ട് തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതുണ്ടല്ലോ, ഇത് നോർമൽ പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചില്ലി യെല്ലോയാണ്. ഇതിങ്ങനെ നിൽക്കുന്നതിലും കാണാൻ ഭംഗി നമ്മൾ ഹാങ് ചെയ്തിടുന്നതായിരിക്കും. ഞാനിതിന് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പോട്ട് സെലക്ട് ചെയ്യുമ്പം നമ്മൾ നല്ല ഹോൾസ് ഉള്ളത് വേണം, നല്ല ബലമുള്ള പ്ലാസ്റ്റിക്, ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടൊക്കെയാണ്. ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും നല്ല ഏറെ നാൾ നമുക്ക് ഈട് നിൽക്കുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടിംഗ് മിക്സ് തന്നെയാണ്. പോട്ടിംഗ് മിക്സിന് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ നോർമൽ പോട്ട് സെറ്റ് ചെയ്യുന്ന പോണക്ക് അല്ല, കുറച്ചുകൂടെ എയറേഷൻ കിട്ടുന്നതും കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള പോട്ടിംഗ് മിക്സാണ് ഹാങ്ങിങ് പ്ലാന്റിന് നല്ലത്. മെയിനായിട്ട് നമ്മൾ പെർലൈറ്റ്, ഈ റൈസസ്ക, നെല്ലിൻ്റെ ഉമി, മണ്ണ്, കരിയില കമ്പോസ്റ്റ് അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ്, ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഫെർട്ടിലൈസേഷനായിട്ട് ഇച്ചിരി എല്ലുപൊടിയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ, ഒരുപാട് വാരിയിടരുത്. എല്ലുപൊടി, ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് പോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൊക്കോ പീറ്റ് ഉപയോഗിക്കില്ല കേട്ടോ. കൊക്കോ പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എയറേഷനൊക്കെ കിട്ടും, വെയിറ്റ് കുറവാണൊക്കെ ആണെങ്കിലും, പക്ഷേ ബോഗൺവില്ലയുടെ കാര്യത്തിൽ നമുക്ക് കൊക്കോ പീറ്റിനെ കുറച്ചൊന്ന് മാറ്റി നിർത്തുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചിടുമ്പോൾ ഈർപ്പം ഹോൾഡ് ചെയ്യുന്നൊരു സാധനമാണ് ഈ കൊക്കോ പീറ്റ്. അത് ബോഗൺവില്ലയ്ക്ക് നല്ലതല്ല. ബോഗൺവില്ലയുടെ റൂട്ട് വേഗം ഡാമേജ് ആകും ഈർപ്പം ഏറെ ഉണ്ടെങ്കിൽ. അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് വാർന്ന് പോകണം. അതെടുത്തു അപ്പോഴത്തേന് നല്ല നീർവാർച്ചയുള്ള രീതിയിലുള്ള
പോട്ടിംഗ് മിക്സ്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ ഹോൾസ്, ഈ പോട്ടിൻ്റെ ഹോൾസ് ഒന്ന് അടച്ചു വെക്കുമല്ലോ, ചെറിയ മെറ്റൽ കഷ്ണമോ ഓട് കഷ്ണമൊക്കെ. അതിന് പകരമായിട്ട് നമുക്ക് തെർമോക്കോൾ ഉപയോഗിക്കാം. അതായത് അടിയിലത്തെ ഒരു ലെയർ ചെറുതായിട്ട് തെർമോക്കോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെറിയൊരു തൈ നമ്മളൊന്ന് പോട്ട് ചെയ്ത് നോക്കാം. വേഗത്തിൽ വളരുകയും ചെയ്യും, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിടക്കുകയും ചെയ്യും. കണ്ടല്ലേ? ഈ പ്ലാന്റുകളൊക്കെ നമുക്കിപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിലും നമുക്ക് സക്കുറ ബെല്ലാക്കാനൊക്കെ അവൈലബിൾ ആണ്. ഈ ഹാങ്ങിങ് പോട്ടൊക്കെ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ആയിരിക്കും നല്ലത് കേട്ടോ. നിങ്ങൾ ഡയറക്റ്റായിട്ട് വന്ന് മേടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പെറ്റ് സർവീസ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾക്ക് പ്രയോജനമായല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.